അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഫസീല, ഡി ഫസീല, എന്താ പോത്ത് പോലെ കിടന്നിറങ്ങുന്നത്? അതെ, ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകാനുള്ളതാണ്. പുറത്തിറങ്ങ്. ഇവിടെ ഇങ്ങനെ പോത്ത് പോലെ കിടന്നിറങ്ങിയിട്ട് ഞങ്ങൾക്ക് വാതിലടയ്ക്കണ്ടേ? ഞങ്ങളെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുള്ളതാണ്. ഡി ഫസീല. ഫസീലെ റൂമിലുള്ള എല്ലാവരും തട്ടി വിളിച്ചു. അതിൽ എപ്പോഴും ചീത്ത പറയുന്ന ആ ഒരു താത്തയും. അതെ, ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റൂലട്ടോ. ഹോ, ഏത് സമയത്താണ് ഇവളെ റൂമിലേക്ക് കയറ്റാൻ തോന്നിയത്? നമ്മളെ പറഞ്ഞാൽ മതി. കാരണം ഇവള് തികച്ചും വിപരീതമായ സ്വഭാവക്കാരിയാണ്. എല്ലാവരെയും പോലെ ഒരു സഹകരണവും ഇല്ല. ഇപ്പൊ കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നിറങ്ങുന്നു. ഡി ഫസീല, ആ മോങ്ങാതെ എഴുന്നേൽക്ക്. എന്നെ കൊണ്ട് വയ്യ. അതെന്താ? അതെ, ഞങ്ങൾക്ക് വാതിൽ പൂട്ടി പുറത്തു പോകണം. പിന്നെ നിന്നെ വിശ്വസിച്ച് ഇവിടെ ഇട്ട് പോകാനൊന്നും അതും പറ്റില്ല. എഴുന്നേൽക്ക്, അല്ലെങ്കിൽ വാതിൽ പുറത്തൊക്കെ പൂട്ടിപ്പോകും. എന്താ? ഞാൻ എഴുന്നേൽക്കാം. അവൾ അതാ പതുക്കെ എഴുന്നേറ്റു. എനിക്ക് സുഖമില്ല. സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം വേണ്ടത്, അല്ലാതെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. വേഗം ഹോസ്പിറ്റലിൽ പോയിക്കോ. ഇവിടെ ഞങ്ങൾക്ക് പൂട്ടണം. അങ്ങനെ അതാ ഒരു വിധത്തിൽ അവൾ എഴുന്നേറ്റു. എങ്ങനെയൊക്കെയോ ഡ്രസ്സെല്ലാം മാറി അവൾ അവളുടെ ആ ഒരു മസാലപ്പൊടിയുടെ കമ്പനിയിലേക്ക് പോകുകയാണ്. വേച്ച് വെച്ച് നടക്കുവാൻ കഴിയുന്നില്ല. ഒരു ഓട്ടോ വിളിച്ച് അതിൽ കയറിപ്പോയി. ഓ, എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ല. എല്ലാവരും ഇട്ടറിഞ്ഞ് ഞാൻ പോയി. ഇപ്പം എനിക്ക് ആരുമില്ലാതായി. എനിക്ക് എൻ്റെ മക്കളുമില്ല, എൻ്റെ ഭർത്താവുമില്ല, എൻ്റെ ഉമ്മയില്ല, ബാപ്പയില്ല, ആങ്ങളാരുമില്ല. അവൾ ദയനീയമായി അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അതാ കമ്പനിയിലെത്തി. എന്താ ഫസീല നോക്കി നിൽക്കുന്നത്? അവിടെയുള്ള ഒരുത്തി. എന്താ ഇവിടെ വന്ന് ജോലി ചെയ്യാനാണ്? വൈകുന്നേരം കൂലി വേണമെന്നുണ്ടെങ്കിലേ നല്ല രീതിയിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ കൂലി കട്ടാക്കും. അങ്ങനെയുള്ള സംസാരങ്ങളും. എന്നാൽ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു ഒന്നിനും. അതിനിടയിൽ അവൾ മസാലകൾ പാക്കറ്റിലാക്കുവാൻ നിൽക്കുന്നതിനിടയിൽ അത് അവളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു. എന്താണ് ഇത് ചെയ്യുന്നത്? ചെയ്യുന്ന പണി വളരെയധികം വൃത്തിയോട് കൂടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താണിത്? ബെസ്റ്റ്. അതിനുള്ള ക്യാഷ് ഇവിടെ പേയ്മെന്റ് ചെയ്തോളൂ. സാധനങ്ങൾ നശിപ്പിക്കുന്നതും പോലെ മര്യാദക്ക് പണിയെടുക്കില്ല. എല്ലാം കൂടി ഒരു കഥ. എന്നാൽ അവൾക്ക് അവിടുത്തെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ മനസ്സും ശരീരവും ആകെ തളർന്നിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ അവൾ അല്പസമയം കൊണ്ട് അവിടെ കുഴഞ്ഞ് വീഴുകയായിരുന്നു. പെട്ടെന്ന് കമ്പനിയുള്ളവരെല്ലാം ഓടിക്കൂടി. ഫസീൽ അത് വീഴുന്നു. അഭിനയിക്കുകയായിരിക്കും. പണിയെടുക്കാൻ അല്ലെങ്കിലേ മടിച്ചിയാ. എന്നാ പിന്നെ ക്യാഷോ അത് അവൾക്ക് കണക്കിന് കിട്ടുകയും വേണം. മടിച്ചിയാണ് അവിടെയുള്ള മെയിൻ ആള്. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഇത് കാര്യമായിട്ട് എന്തോ ആണ്. അവളെ പിടിച്ചെല്ലാവരും എഴുന്നേൽപ്പിച്ചു. എന്നാ വെള്ളം കുടിക്ക്. വെള്ളം വേണ്ട. പിന്നെന്താ? മടിച്ചിയാണ്. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതെ, ആ ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോയിട്. അല്ലാതെ ഇപ്പോ ഹോസ്പിറ്റലിൽ പോയിക്കോ. എന്നെ കൊണ്ട് വയ്യ. അതെ, ഒരു ഓട്ടോ വിളിച്ച് ആ ഗവൺമെന്റ് ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടുപോയിട്. അല്ലാതെ ഇപ്പോ ഇനിയിപ്പോൾ അതിന് ക്യാഷ് കളയാനൊന്നും ആവില്ല. അങ്ങനെ അതാ രണ്ടുപേർ കൂടിയിട്ട് അവളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുന്നു, ജില്ലാശുപത്രിയിൽ. അവിടെ കാഷ്വാലിറ്റിയിൽ അവൾ തനിച്ചാക്കി. അതെ, ഞങ്ങൾ പോകുന്നു. എന്തേണ്ടേ വിളിച്ചോണ്ടിട്ടോ. അവൾ ഡോക്ടറെ കാണിക്കുന്നു. എന്തു പറ്റി? വല്ലാത്ത ക്ഷീണം, പനിയുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യ. കൂടെ ആരുള്ളത്? കൂടെ എൻ്റെ കൂടെ രണ്ടാളുകൾ വന്നിരുന്നല്ലോ. എവിടെ? അവർ വിളിക്കൂ. സിസ്റ്റർ, അവർ വിളിക്കൂ. ഫസീലയുടെ കൂടെ ആര് വന്നത്? ഇല്ലട്ടോ, അവർക്ക് പോയിക്കണ്. ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ ആരാ? വേറെ ആരും ഇല്ലേ വീട്ടിൽ? ഞാൻ ഓഫീസിൽ നിന്ന് വന്നാണ്, എനിക്ക് സുഖമില്ലായിട്ട്. അതെ, നിങ്ങൾക്ക് പ്രഷറൊന്ന് നോക്കട്ടെ. പ്രഷറൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്തപ്പോൾ ഉള്ളത്? ആകെപ്പാടൊരു ക്ഷീണം, എനിക്ക് കഴിയുന്നില്ല. അതെ, ഒന്ന് ഗ്ലൂക്കോസ് എത്തിക്കോ കേട്ടോ. ഗ്ലൂക്കോസിന് വേണ്ടി ഡോക്ടർ എഴുതി കൊടുത്തു. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ. ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ സിസ്റ്റർ ചോദിച്ചു, കൂടെ ആരുള്ളത്? കൂടെ ആരുമില്ല, അവരൊക്കെ പോയിക്കണ്. അല്ലേ, നിങ്ങളുടെ ഭർത്താവ്, മക്കൾ അങ്ങനെ ആരും ഇല്ലേ? ഇല്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്നാണ്. എന്നാൽ അവൾ അപ്പോഴേക്കും ബോധം മറഞ്ഞിരുന്നു.
ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഉറങ്ങുകയാണെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞ് ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ടും അവൾ ഉണരുന്നില്ല. ഹേ ഫസീല, ഷുഗറും പ്രഷറും എല്ലാം ലോ ആണ് ഇവർക്ക്. കൂടെ ആരുമില്ല. ആ, എന്തായാലും അഡ്മിറ്റ് ചെയ്തേക്ക്, അഡ്മിറ്റ് എഴുതാം. അങ്ങനെ ഏതാ ജില്ലാശുപത്രിയിലെ ഒരു മൂലക്കൽ അവൾക്ക് സീറ്റ് കിട്ടുന്നു. ബെഡെല്ലാം ഫുള്ളാണ്. ഇനി ബെഡിന് വേണ്ടി ആരെങ്കിലും ചോദിക്കുവാനും ആരുമില്ല. അവൾ ആ വരാന്തയിൽ ആരുടെയോ പായയിൽ അതാ കിടന്നു, ഗ്ലൂക്കോസും കുത്തിക്കൊണ്ട്. ശരിക്കും അവൾ ഒരു അനാഥമായ പോലെയായി. കഴിയുന്ന കാലത്ത് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഭർത്താവിനെയും മക്കളെയും ഭർത്താവിൻ്റെ ഉമ്മയെയും എല്ലാവരെയും തള്ളിപ്പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് വീട് വിട്ടിറങ്ങി. അതെ, കണ്ടവരുടെ കൂടെ ജീവിച്ചു, അഴിഞ്ഞാടി. എന്നാൽ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ. ഫസീല ശരിക്കും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ തലേ ദിവസം രാത്രി ആ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടതും എല്ലാം കൂടിയായപ്പോൾ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവൾ ഓർത്തു. അതെ, തനിക്ക് ഈ വിധി വരാൻ കാരണം താൻ തന്നെയാണ്. പക്ഷേ എന്തു ചെയ്യും, ആരോട് പറയും? എനിക്ക് ആരോടും പറയാനില്ല. എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. എന്തിനേറെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ വരെ. അവർ ഒരു വിധത്തിലെല്ലാം എന്നെ നന്നാക്കുവാൻ നോക്കിയിരുന്നു. പക്ഷേ അവരെയെല്ലാം ചീത്ത പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോരുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലം ഞാനിന്ന് അനുഭവിക്കുകയാണ്. എന്നാൽ അവൾക്ക് അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നുകയായിരുന്നു. ഇല്ല, എനിക്ക് ആരുമില്ല, ഒന്നും പറയാനില്ല. ശരീരവും മനസ്സും ഒരുപാട് തളർന്നു പോയിരുന്നു. അങ്ങനെയാണ് അവിടെ റൂമിൽ കിടക്കുമ്പോൾ അവിടുത്തെ താത്ത വിളിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞയച്ചത്. ഇവിടെ കിടക്കാൻ പറ്റില്ല, പുറത്തൊക്കെ പൂട്ടും. എന്നാൽ അവൾ കഴിയാതെയാണ് കമ്പനിയിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു. ആരാരുമില്ലാതെ ഇന്നവൾ അതാ ആ ജില്ലാശുപത്രിയിൽ ആരുടെയോ ഒരു പായക്കീറിൽ അവിടെ നിലത്ത് കിടക്കുകയാണ്. ബെഡ് സ്പേസ് ഒന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കുവാനും ആരുമില്ല. അനാഥമായ ഫസീല കിടക്കുകയാണ്. ഇടയ്ക്ക് സിസ്റ്റർ വന്ന് നോക്കുമ്പോഴും മാഡത്തിന് കൂടെയുള്ളവരെ എത്തിയോ? ഇല്ല. ബെസ്റ്റ്. ആരുമില്ലേ? ഫോൺ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിക്കൂടെ? ആരുമില്ല. ഓ, ഇനിയിപ്പോൾ ഇവിടെ എത്ര ദിവസം കിടക്കേണ്ടിരുന്ന അറിയില്ല. കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ ശരീര ഇഷ്യൂ ആണ്. ഷുഗർ ആയാലും പ്രഷർ ആയാലും എല്ലാം ലോ ആണ്. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ശക്തമായ പനിയുണ്ട്. ഒരാളില്ലാതെ എങ്ങനെ നിങ്ങൾ ഇവിടെ എങ്ങനെ? ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്താ ഫസീല, വീട്ടിൽ ആരുമില്ലേ? എന്താ ഇതിങ്ങനെ? പിന്നെ നല്ല പനിയുണ്ട്. ഇനിയിപ്പോൾ എന്തിൻ്റെ തുടക്കമാണ് ഒന്നൊന്നും പറയാൻ പറ്റില്ല. ശക്തമായ പനി തന്നെയാണ്. എത്രയോ മെഡിസിൻ എടുത്തിട്ടും അത് വിടുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപാട് തളർന്നാന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്നോളൂലേ. ഇത്രയും ടൈമായിട്ടും ആരും അന്വേഷിച്ചതും ഇല്ലല്ലോ. നേരം രാത്രിയായി തുടങ്ങി. അല്ലെങ്കിലും അവളെ ആരന്വേഷിക്കാൻ? എല്ലാവരെയും ഉപേക്ഷിച്ച് അവൾ പോയതല്ലേ. അവളെ ആരും അന്വേഷിക്കില്ല. അതെ, അന്വേഷിച്ചവരുടെ കൂടെ ഒരിക്കലും അവൾ പോയിട്ടുമില്ല. അന്ന് ഫൈസി ഉസ്താദിന്റെ ക്ലാസിന്റെ ദിവസമായിരുന്നു. താൻ ചെയ്ത തെറ്റുകളെല്ലാം പൊരുത്തപ്പെടുവിച്ച് ഉസ്താദിന്റെ ക്ലാസ്സിന് പോകണം. അതിനാദ്യം പോകേണ്ടത് ഐഷമ്മയുടെ അരികിലേക്കായിരുന്നു. പക്ഷെ എങ്ങനെ പോകും? അത്രക്കും അവിടെ കാട്ടിക്കൂട്ടിയിട്ടല്ലേ ഞാൻ വന്നത്. എല്ലാവരെയും വെറുപ്പിച്ച് ഷമ്മാസിന്റെ പേരിൽ പല കുറ്റങ്ങളും ചുമത്തി. എന്തിന്? അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടാണ് ഞാൻ പോന്നത്. പിന്നെ എങ്ങനെ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തലേന്ന് ടെൻഷനായിരുന്നു. ഉസ്താദിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ എനിക്കിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും ഫസീല അതിനെക്കുറിച്ച് ടെൻഷനായിരുന്നു. അതിനുശേഷം അവൾക്ക് പനിയും കാര്യങ്ങളും എല്ലാം വന്നു. എന്നാൽ അന്ന് ഫസീലയുടെ കൂട്ടുകാരികൾ അവളെ വിളിക്കുന്നു. ഈ പെണ്ണെന്താ ഫോൺ എടുക്കാത്തത്? ഫോണ് പിന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തല്ലോ. അതെന്താ സംഭവിച്ചത്? ഈ പെണ്ണിന് ഇപ്പോൾ എന്ത് പറ്റി? അവളല്ലേ വരുന്നൊക്കെ പറഞ്ഞിരുന്നേ. എന്താവോ? വിളിച്ചു 1-2 പ്രാവശ്യം വെല്ലെ കടിച്ചിന്, എടുക്കണില്ല. അപ്പം പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൾക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞില്ലേ, പൊരുത്തപ്പെടാനുള്ളവരോടൊക്കെ പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വന്നാൽ മതിന്ന്. എങ്ങനെ വരാനാ? ഹോസ്പിറ്റലിലെ 3-ാമത്തെ നിലയിൽ ഏതോ ഒരു വരാന്തയിൽ
ഒരു പായക്കീറിൽ ഫസീല ഏതോ ഒരു ലോകത്തിങ്ങനെ കിടക്കുകയാണ്. ഗ്ലൂക്കോസ് ഉണ്ട് കൈകളിൽ, എന്നാൽ വിശക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലൂക്കോസ് തീർന്നപ്പോൾ സിസ്റ്റർമാർ വന്ന് അത് ഊരിയിട്ടു. വിശക്കുന്നു വല്ലാതെ, എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി അവൾ പതുക്കെ കണ്ണു തുറന്നു. തൊട്ടപ്പുറത്ത് അതാ ഒരു ഹിന്ദു ഫാമിലി ഭക്ഷണം കഴിക്കുന്നു. അവർ ചോറിലേക്ക് ഒരുപാട് കറിയെല്ലാം ഒഴിച്ച് നല്ലോണം കിളുമ്പി വിരലിൻ്റെ ഇടകളിലൂടെ അതാ കറിയെല്ലാം ഒലിച്ചു വരുന്ന രീതിയിൽ നല്ലവണ്ണം കുഴച്ചാണ് അത് കഴിക്കുന്നത്. ഒരു നിമിഷം ഫസീലക്ക് അത് കണ്ടപ്പോൾ വിശപ്പെല്ലാം എങ്ങോട്ടോ പോയി. അതെ, ഒരു തരം ഓക്കാനമാണ് വന്നത്. അത്രക്കും അവർ ഭക്ഷണം പിടിച്ച് നല്ലോണം കുഴച്ചാണ് കഴിക്കുന്നത്. അവൾക്ക് വിശപ്പുണ്ട്, പക്ഷേ അത് കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി. അവൾ കണ്ണടച്ച് കിടന്നു. റബ്ബേ, എൻ്റെ മരണം ഇവിടെ നിന്നായിരിക്കും, ഈ ജില്ലാശുപത്രിയിൽ നിന്നായിരിക്കും ഞാൻ മരിക്കുക. എനിക്ക് ആരുമില്ല, എന്നെ ആരും നോക്കാനല്ല, എന്നെ ആരും വിളിക്കാനല്ല. എനിക്ക് അനുഭവിക്കേണ്ടി തന്നെയാണ്. പഠിച്ച റബ്ബ് എനിക്ക് തന്നതന്നെയാണ്, ഞാൻ സഹിക്കേണ്ടി വരും. എന്നാൽ അതാ അവർ ചോറ് കഴിക്കുന്നത് ഫസീല നോക്കിയപ്പോൾ അവളോട് ചോദിക്കുന്നു, ചോറ് വേണോ? അവൾ വേണ്ടെന്ന് തലയാട്ടി. വയറിൻ്റെ ഉള്ളിൽ കത്തിക്കാളുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ. എന്നാൽ അവർ അതാ ഒരു പാത്രത്തിൽ അവൾക്ക് ചോറും അതിലേക്ക് കറിയും ഒഴിച്ച് അതിലേക്ക് കൊടുക്കുന്നു. എന്നാൽ അവരുടെ കൂടെയുള്ള ആ വൃദ്ധൻ അത് കുഴച്ചു കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഓക്കാനമായിരുന്നു വന്നത്. എന്നാൽ അവർ ചോറ് നൽകിയപ്പോൾ അവൾ അത് ആർത്തിയോടെ കഴിച്ചു. ഒരു നിമിഷം അവൾ ഓർത്തുപോയി, റബ്ബേ, എനിക്കിതൊന്നും പറ്റില്ലായിരുന്നു, ഇങ്ങനെയുള്ള സാധാ ചോറും കറിയൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാനത് കഴിക്കുകയാണ്. ഫസീല അത് എങ്ങനെയൊക്കെയോ കഴിച്ചു. നല്ല പനിയുണ്ട്, ഒന്നിനും കഴിയുന്നില്ല. വിശപ്പുണ്ട്, പക്ഷേ കഴിക്കാനും കഴിയുന്നില്ല. അവൾ എങ്ങനെയൊക്കെയോ അത് അല്പം കഴിച്ചു. കൈ കഴുകുവാൻ പോലും എഴുന്നേൽക്കാൻ അവൾക്ക് കഴിയുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചേച്ചി അതാ ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്നു. മോളെ, ഇതിൽ കൈ കഴുകിക്കോളൂ. അല്ല കുട്ടിയെ, കുട്ടിൻ്റെ കൂടെ ആരുമില്ലേ? കുട്ടി ഒറ്റയ്ക്കാണോ? എൻ്റെ കൂടെ അവരൊന്നും എത്തിയിട്ടില്ല. എന്താ കുട്ടിയെ, ഇവിടെ വരാതെ ഇങ്ങനെ കിടക്കണ അത്ര നല്ലതല്ലല്ലോ. വല്ല കട്ടിലും കുട്ടിയോ നോക്കാം, അല്ലാതെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കിട്ടാനാ? അവരെ പരിശോധനയും കൂടി ഇങ്ങോട്ട് കിട്ടൂല. കുട്ടി ഒരു കട്ടിലുണ്ടോ നോക്ക്, ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. നല്ല തിരക്കാണേ ഇപ്പം, ഈ പനിൻ്റെ സീസണും എല്ലാം കൂടി ആയിട്ട് എല്ലാവരും അസുഖമായിട്ട് ഇങ്ങോട്ട് ഓടി എത്തുകയല്ലേ. എത്രയാ മനുഷ്യന്മാരാണ് ഇവിടെ ഫ്രീ ചികിത്സക്ക് വന്നിക്കണത്. ഇവിടെ പിന്നെ കായും പണമൊന്നും വേണ്ട, വല്ല മരുന്നും പുറത്തേക്ക് എഴുതിയാൽ അത് മതി. പുറത്തേക്ക് എഴുതാൻ ഞാൻ കഴിച്ചില്ലായി. പിന്നെ രാവിലെ ഇവിടുന്ന് എന്തൊക്കെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടു. അതും അങ്ങോട്ട് പോകണം, അങ്ങോട്ട് നമ്മൾ പോകണം. ഒരു പാത്രമായിട്ട് പോയ 2 ഇഡ്ഡലി വയ്ക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ല, കുട്ടിൻ്റെ കൂടെ ആരും ഇല്ലേ കൂടെ ഇരിക്കാന്? അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്താ കുട്ടിയെ, കൂട്ടിരിക്കാൻ ആളില്ലേ? കുട്ടിനെ കണ്ടാ തോന്നൂലല്ലോ കൂട്ടിരിക്കാൻ ആളില്ലാത്തവരാണെന്ന്. ആ ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ ഫസീലക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെയായി. എന്നാലും അവര് തന്ന ആ ഭക്ഷണം കഴിച്ചു. ആ ചേച്ചി അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. എന്താ കുട്ടിയെ, നല്ലോണം പനിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും കുറഞ്ഞിട്ടില്ലേ? ഡോക്ടർമാർ എന്ത് രോഗം കണ്ടിക്കില്ലേ? ഇനി മഞ്ഞപ്പിത്തം എന്തെങ്കിലും ഉണ്ടാവോ? അത് കേട്ടപ്പോൾ ഫസീലക്ക് ഒന്നും കൂടി ഭയം തോന്നി. പഠിച്ചോനെ, ഞാൻ അതും കൂടിയാണോ വേണ്ടത്? എന്നെ പരീക്ഷിക്കല്ലേ, അല്ലെങ്കിലും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തതല്ലേ, എനിക്ക് പരീക്ഷണം ഉണ്ടാവും. എൻ്റെ ഭർത്താവിനൊക്കെ എന്തൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിക്കണേ, എൻ്റെ ഭർത്താവിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞിക്കണേ, എൻ്റെ അമ്മായിമാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞിക്കണേ. എൻ്റെ കുട്ടികളൊക്കെ അത്ര നോക്കിയിട്ടും ഞാൻ അങ്ങനെ ചീത്തൊക്കെ പറഞ്ഞിക്കണ്. തള്ളേന്ന് കുറേ വിളിച്ചിക്കണം, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും. എൻ്റെ പെറ്റുമ്മാനും പനിയും ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിക്കണ്. അവൾ അവളുടെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചു. എന്നാൽ അന്ന് അതാ ഉസ്താദ് ക്ലാസ് എടുക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. റുക്കിയാത്ത ക്ലാസ്സിനെത്തിയിട്ടുണ്ട്. ഞാൻ ഫസീലാനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഇന്നിപ്പോൾ ഇല്ലേ, ഒരു ദിവസം കേട്ടപ്പോൾ മതിയിക്കണ. ഏതായാലും പഠിച്ചോനെ, ഞാൻ കുറേ തെറ്റുകുറ്റങ്ങൾ ഇവിടെ പറഞ്ഞു നടന്നിക്കണ്. അതൊക്കെ പഠിച്ചോൻ പുറത്തേറ്റ് ഇനിയിപ്പോൾ പൊരുത്തപ്പെടിച്ചാണ്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്ന് സെമീറാനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചണം, ഐഷുവിനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചണം. അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നിക്കണ് ഓരോ കാര്യങ്ങൾ. എല്ലാവരെ കൊണ്ടും ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചണം. ഏതായാലും ഉസ്താദിൻ്റെ ക്ലാസ് കൊണ്ട് കുറേ ആൾക്കാർ നന്നയിക്കണ്.
പക്ഷേ എൻ്റെ മനസ്സിക്ക് വല്ലാത്തൊരു വേദന. അതൊന്നല്ല റബ്ബേ, ഞാൻ ആ സമീറാനെ കൊണ്ടും ഉസ്താദിനെ കൊണ്ടും ഓരോന്നും പറഞ്ഞിരിക്കണം, അവിഹിത ബന്ധമുണ്ടെന്ന് വരെ. അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഞാൻ ഉസ്താദിനോട് പൊരുത്തപ്പെടിപ്പിച്ചണല്ലോ റബ്ബേ. റുക്കിയാത്ത ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. അന്ന് ക്ലാസ്സിന് വിളിച്ചപ്പോൾ ഫസീലാനെ കിട്ടിയതുമില്ല. ഓള് നന്നാൻ വിചാരിച്ചിട്ടില്ലേക്കും. ഓള് നന്നാണ്ടേ വേണ്ട, അല്ലാപ്പം എന്താ കാട്ടണ്. അന്നും ഉസ്താദിൻ്റെ ഘനഗംഭീരമായ ആ ഒരു ക്ലാസ് കേട്ട് ശരിക്കും ആളുകൾ നന്നാവാൻ തുടങ്ങി. അതെ, എൻ്റെ റബ്ബേ, ഉസ്താദ് വന്ന് നന്നായി. നമുക്ക് ആഹ്റുണ്ട് എന്നുള്ളൊരു ബോധമില്ലേ. നമ്മൾ കാട്ടിക്കൂട്ടിന് എന്തൊക്കെയായിരുന്നു. പഠിച്ചോനെ, എന്തായാലും പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ നമ്മളൊക്കെ. ഏതായാലും ഉസ്താദ് ഇവിടെ വന്നത് നമുക്ക് വല്ലാത്തൊരു നിയമത്തായിപ്പോയി. അന്ന് ഫസീലാനെ റുക്കിയാത്ത അവിടെയൊക്കെ നോക്കി. ഇല്ല, ഓളില്ല, ഓളെ വിളിച്ചിട്ട് കിട്ടണില്ല. എവിടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എവിടേക്കേ മുങ്ങി. ചിലപ്പം ക്ലാസ്സിന് പോകേണ്ടി കഴിഞ്ഞിട്ട് മുങ്ങിയത്. എന്താ ആർക്കും അറിഞ്ഞപ്പോൾ ഒരാളെ കുറിച്ച് തെറ്റായത് ചിന്തിക്കാനും പാടില്ലല്ലോ. അതും നമുക്ക് തെറ്റാണ്. എന്തായാലും എവിടേക്കെ ആവോള്. പിറ്റേന്ന് രാവിലെ തന്നെ അതാ റുക്കിയാത്ത പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തുന്നു. ആയിഷോ, സമീറ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റുക്കിയാത്ത കേറിക്കോളി. സമീറ പതിവ് പോലെ തന്നെ എന്നും റുക്കിയാത്താക്ക് കൊടുക്കുന്ന പോലെ അതാ നല്ലൊരു പാൽച്ചായ വന്നപ്പോൾ തന്നെ കൊടുക്കുന്നു. ഇത് റുക്കിയാത്ത, ഇത് കുടിച്ചോളി. നല്ല ചൂടുള്ള ദോശ ഒന്ന് കഴിച്ചു കൂട്ടിക്കോളി. മോളെ, അതൊക്കെ പിന്നെ തിന്നാ. അല്ല, ഇത് കഴിച്ചോളി. സ്നേഹത്തോടെ അവൾ നൽകിയത് അവർ സന്തോഷത്തോടെ തിന്നു. മറ്റത് എനിക്ക് വേണ്ട, ഇത് ചുട്ടു തന്നെ എനിക്ക് വേണ്ട, അങ്ങനെ പറഞ്ഞ് പോവലായിരുന്നു. എന്നാൽ അങ്ങനെയാവുമ്പോൾ സമീറാക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. എന്നാൽ ഇപ്പോൾ റുക്കിയാത്തയുടെ സ്വഭാവം കുറെ മാറിയിട്ടുണ്ട്. പഠിച്ചോനെ അല്ലാ. എടീ സമീറ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ. റുക്കിയ വന്നീരടി, ഇവൾക്ക് ചായ എടുത്ത. ആ അമ്മ ചായ അടിച്ചു. മറ്റവൾ കുടിച്ചൂലേല്ലോ. അപ്പം പിന്നെ കുടിയൊക്കെ തുടങ്ങിയിട്ടില്ല. ഞാൻ കൊടുത്താലേ കുടിച്ചോളൂ. അങ്ങനെയൊക്കെ തന്നെയേനു. ഉമ്മ കുടിച്ചിക്കണ്. ആ അല്ലടി, ഇന്നലത്തെ ക്ലാസ്സിന് ഞാൻ പോയിനു. ഏതായാലും എൻ്റെ ഷാമോ എനിക്ക് 2 വെട്ടായിട്ട് നിന്ന് തന്നു. ഇനി പിന്നെ എന്നോട് പറഞ്ഞിക്കണമ്മ, ഇനി ഞാനൊന്ന് ക്ലാസ് കേൾക്കട്ടെ, ഇനി നിങ്ങളൊന്ന് ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞിക്കണ്. എടീ എന്തേനുലേ ഉസ്താദിൻ്റെ ക്ലാസ് റുക്കിയ, വല്ലാത്തൊരു ക്ലാസ് ഇല്ലേ. പഠിച്ചോനെ, നരകവും സ്വർഗമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് കേട്ടാൽ നമ്മൾക്ക് ഇങ്ങോട്ട് നെഞ്ച് പൊട്ടിപ്പോവില്ലേ. ആ രീതിയിൽ പഠിച്ചോനെ, നമ്മളാരും ഒരു തെറ്റും ചെയ്യൂല ഉസ്താദിൻ്റെ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ. എൻ്റെ റബ്ബെ, കേട്ടോല് അതാ പറയണത്. എല്ലാവരും അവനാൻ്റെ തെറ്റുകൾ. വല്ലാത്തൊരു ഇത് റബ്ബേ, എൻ്റെ മനസ്സൊക്കെ ഇങ്ങോട്ട്. എടി റുക്കിയ, ഞാൻ ഒരുപാട് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ഉസ്താദ് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ റബ്ബേ. പഠിച്ച റബ്ബ്, ഒരാൾക്കും ഒരു തെറ്റും കുറ്റം ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. അല്ലടി ആയിഷയോ, ആ എന്തേ? പിന്നെ ഉസ്താദിനെ കുറിച്ച് പലരും ഇപ്പോൾ പെണ്ണന്വേഷിക്കണം എൻ്റെ പൊന്നാരേ, എന്നോട് പറയാൻ. അതെന്താടി? ആ പെണ്ണ് അന്വേഷിക്കണം. എൻ്റെ അയൽവക്കത്തോല് ഓലൊക്കെ അതൊക്കെ കെട്ടിച്ചാത്ത പെൺകുട്ടികൾ വരെ പറയണം ഞങ്ങൾക്ക് ഉസ്താദിനെ കിട്ടുമെന്നാവുന്നത്. ഞാൻ പറഞ്ഞും ചെയ്തു. ഒരു ഉസ്താദ്, ഒരു സ്വാലിഹായ ഒരു ഉസ്താദിൻ്റെ അതിൻ്റെ ഒരു വർത്താനം, അതിൻ്റെ ഒരു ഇതൊക്കെ സൗന്ദര്യം ഒക്കെ അങ്ങനെ തന്നെയാണ്. എത്രേ പെൺകുട്ടിയൊക്കെയാണിപ്പോൾ കല്യാണം ഉസ്താദ് കെട്ടിക്കണേ. ഒരു കുട്ടിയുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല ആൾക്കാർക്കും. എല്ലാവരും പറയും അതിനിപ്പോൾ എന്താ, ഭാര്യയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഉസ്താദിനെ കിട്ടുമെന്നാവും. അങ്ങനെ എല്ലാവരും അത് പറയണേ. അത് കേട്ട് ഐഷുമ്മ പറഞ്ഞു, ആഹാ അത് ശരി, ഇപ്പം അങ്ങനെയാണല്ലേ. അതൊക്കെ ഉസ്താദിൻ്റെ കല്യാണമൊക്കെ എപ്പോഴോ ഉറപ്പിച്ചിട്ടൊക്കെയല്ലോ. ഒരു നിമിഷം റുക്കിയാത്ത ഞെട്ടിപ്പോയി. അതേതാ അല്ല, ഉറപ്പിച്ചിക്കണാ? ആ ഉസ്താദ് എന്നോ ഇവിടെ പറഞ്ഞേക്കണ്. ആരെ? സമീറാനെ. അല്ല, അപ്പോൾ ഓൾക്ക് പുതിയാപ്പിളല്ലേ? ഓളെ പുതിയാപ്പിളിനൊക്കെ ഓൾ എന്നോ ഒഴിവാക്കിയില്ലേ. എന്തിനാണ് ആ കൊള്ളുടേനെ വെച്ചുകൊണ്ടിരിക്കണ്? ആ ഇൻഷാ അല്ലാ ഓളെ കൊണ്ട് കെട്ടിച്ചണം. എന്നാൽ റുക്കിയാത്തയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറി. എന്ത് റുക്കിയ, എൻ്റെ മുഖം ഒന്ന് വാടിയത്? അല്ലേ, അതിപ്പോ ചെറുക്കനാണ്. കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലറ്റ ഓളപ്പം നിന്നിട്ടുള്ളൂ. അപ്പോത്തിന് കുട്ടി ഉണ്ടായി. അപ്പോത്തിന് പിന്നെ 2-ാം കൊല്ലം മരിച്ചും ചെയ്തില്ലേ. ഇത്ര ഒരു വയസ്സോ അങ്ങനത്തെ പറഞ്ഞിട്ട് 2 കൊല്ലറ്റ് നിന്നിട്ടുണ്ടാവുള്ളൂ ഓളപ്പം. പിന്നെ എന്തൊക്കെ അപ്പോൾ ചെറിയ ചെറുക്കൻ തന്നെയല്ലേ? അല്ലേടി, അതിനിപ്പോൾ സമീറാക്കിപ്പോൾ
കുട്ടികളില്ലെങ്കിലും ഇപ്പോൾ കെട്ടിച്ചിട്ട് കുറച്ചൊക്കെ അയക്കണില്ലേ. പിന്നെ പോളെ എൻ്റെ പൊന്നാര റുക്കിയ, ഉസ്താദിന് ഇഷ്ടപ്പെട്ടിക്കണ് പോരെ. എന്നാൽ റുക്കിയാത്താക്ക് അത് കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഇതായി. അതിപ്പോൾ പലരും എന്നോട് ചോദിച്ചേക്കണ്, ആ ഉസ്താദിനെ കല്യാണം ഉണ്ടാക്കുമോ. ഞാൻ ഇതൊന്നും അറിയില്ലല്ലോ. എന്നാൽ റുക്കിയാത്താക്ക് അത് കേട്ടപ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരു ഇതായി പോയി. അല്ലടി, എന്താ ഇപ്പം ചെന്ന് മുണ്ടാട്ടില്ലാത്തത്? അല്ലടി, അതിപ്പോൾ ആ ഒരു ഉസ്താദ് എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഉസ്താദല്ലേ. കെട്ടിച്ചാത്ത പെൺകുട്ടികൾ വരിക്കണേ. കെട്ടിച്ചാത്ത പെൺകുട്ടികൾക്കൊക്കെ മനസ്സിക്ക് ആഗ്രഹം ഉസ്താദിനെ കിട്ടണം എന്നാണേ. അതിപ്പോൾ സെമീറാന്ന് വെച്ചാൽ കെട്ടിച്ചപ്പോൾ പുതിയാപ്പിളൊന്നും ഇല്ല ഓൾക്ക്. ഓളെ പുതിയാപ്പിളിനെ പോലെ ഞാൻ വിടണമില്ല. ഓളെ പുതിയാപ്പിളെന്ന് വെച്ചാലേ ഓളെ നല്ല ഉപദ്രവിക്കുക. അതുകൊണ്ട് ഇനി വിടണില്ല, ഒഴിവാക്കിക്കണം. ആ കേസേ ഇപ്പം ഇല്ല. എങ്ങനെ വന്നാലും ഓളിഞ്ഞ് പോവില്ല. എന്നാൽ റുക്കിയാത്താക്ക് അത് കേട്ടപ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരിത്. എന്തൊക്കെ ഇപ്പം കേൾക്കണം. ഇപ്പം ആ നല്ലൊരു പുതിയാപ്പിളിനെ ഇപ്പോൾ ഇവൾക്കാ കിട്ടണത്. ഇവളിവിടെ പണിക്ക് വന്ന പെണ്ണല്ലേ. ഈ പണിക്ക് വന്ന പെണ്ണിനെ ഉസ്താദ് കെട്ടണത് ആ ഐഷുവിൻ്റെ പണിന്നെ കരതൊക്കെ. ഇനി പോല് തമ്മിൽ കണ്ട് പ്രേമം എന്തെങ്കിലും ഉണ്ടോ അതും അറിയില്ല. ശരിക്കും റുക്കിയാത്ത വിഷമിക്കാണ് ചെയ്തത്. അല്ല, എന്താ മുണ്ടാട്ടില്ലാത്തത്? ഒന്നുമില്ല. കെട്ടിച്ചാത്തോല് വരിക്കുമ്പോൾ കെട്ടിച്ച് പുതിയാപ്പിളാരുള്ളവരിപ്പോൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല റുക്കിയ, ഇജ്ജ് ക്ലാസ്സിന് പോയിനല്ലോ ഇന്നലെ. 2 ദിവസം മുമ്പും പോയില്ലേ. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്? ഒന്നുമില്ല ഐഷുവിൻ്റെ മനസ്സൊക്കെ ഒരു കുശുമ്പ് വരണം. എന്താ ഞാൻ ചെയ്യുക? എനിക്കിപ്പോൾ സെമീറാനെ കിട്ടണ നേരം കൊണ്ട് വേറെ എത്രയേ കെട്ടിച്ചാത്ത കുട്ടികളുണ്ട്. എനിക്കൊരു ആങ്ങളുടെ മോളുണ്ട്, അതിനേറ്റ കിട്ടുമെന്നാവും ഞാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കേനു. എൻ്റെ പൊന്നാർ റുക്കിയ, ഇങ്ങളെന്ന് വെച്ചാൽ ഒത്താച്ചിമാരാണ്. അപ്പോൾ നിങ്ങളെ ടീം തന്നെ കെട്ടുക അങ്ങനെയൊന്നും ഇല്ലപ്പേ. അതൊക്കെ പണ്ടത്തെ കാലത്ത് തന്നെ ഓലെ തന്നെ കെട്ടുള്ളൂ. ഒസ്താത്തിമാരെ ആയ ഓല കുടുംബത്തിൽ തന്നെ കെട്ടിച്ചുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നല്ല. ഇപ്പം എല്ലാവരും ബാർബർമാരല്ലേ. എല്ലാവർക്കും ഈ പണി അറിയാം. മറ്റേത് ഞങ്ങളെ പണി എടുക്കണ പോലെ ഞങ്ങളെ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങളെ പണി എല്ലാവരും എടുക്കും. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മനസ്സൊക്കെ പൂതിയുണ്ട്. ഞാൻ അങ്ങനെ ഉസ്താദ് ഇങ്ങോട്ട് ചിലവിന് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കേനു. അല്ല ഇഷോ, കാര്യം പറയേ. സെമീറാനെ ഉറപ്പിച്ചേക്കണ? പിന്നെന്താ, സെമീർ തന്നെയാണ് ഉസ്താദിനുള്ള പുതിയെണ്ണ്, വേറെ ഇല്ല. ഉസ്താദിന് കുട്ടീനെ ഓളല്ലേ നോക്കണത്. അപ്പം പിന്നെ ഉസ്താദിന് കെട്ടാന്നല്ലേ ഓളെ തന്നെയല്ലേ റുക്കിയ? എനിക്കൊന്ന് ആലോചിച്ചൂടെ? എന്നാലും ഇല്ല. നുസൈബയെ തേക്കുന്നതിനിടയിലും സംശയം ചോദിക്കുകയാണ്. അല്ല നുസൈബ, ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് സെമീറാനെ കെട്ടുണ്ടോ? എനിക്കറിയില്ല റുക്കിയാത്ത, അത് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയല്ല, ഏതെല്ലാം ഐഷുവിന് അവരല്ല നോക്കുന്നത്, സെമീറത്തല്ല നോക്കുന്നത്. ഐഷുവിനെ നോക്കുന്ന സ്ഥിതിക്ക് അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനി പിന്നെ വേറെ പുറത്തുള്ള പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ സെമീറത്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഐശ്വര്യ നോക്കും. സ്വന്തം മോളെ പോലെ തന്നെ നോക്കും. ഭക്ഷണം കൊടുക്കും, ഉറക്കും, കുളിപ്പിക്കുക, എല്ലാം ചെയ്യൽ അത് തന്നെയാണ്. നല്ല സ്നേഹവുമാണ്. അപ്പം പിന്നെ അതന്നെയല്ലേ നല്ലത്. അതൊക്കെ തന്നെ നല്ലത്. പക്കെങ്കിൽ ഉസ്താദ് മഞ്ചനാണ്. സെമീറ കുറച്ച് തടിയുള്ള കൂട്ടത്തിലാണ്. ഉസ്താദിന് വെച്ചാൽ നല്ല ഒതുങ്ങി നല്ല പെൺകുട്ടികളുണ്ടാവും, കല്യാണം കഴിച്ചാത്ത കെട്ടിച്ചാത്ത. അതാണ് ഉസ്താദിന് നല്ലത്. ഇത് ഈ കെട്ടിച്ച് പുതിയാപ്പിളൊക്കെ ഉള്ള ഇതിനിപ്പോൾ മച്ചിയായണമെന്നും പറഞ്ഞു കേട്ടു. മച്ചിയായി കിടക്കണ ഓളെന്തിനാ ഉസ്താദിന്? ഉസ്താദിന് ഇനിയും കുട്ടികളുണ്ടാകാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ഉസ്താദിന് മനസ്സിലത് ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. റുക്കിയാത്ത, അത് സമീറത്ത് പാവാണ്, നല്ലതാണ്. എല്ലാം ഒരു വീട്ടിൽ അത് മതി. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു പ്രതിഫലം വാങ്ങാതെ അവർ നിൽക്കണ കണ്ടില്ലേ? അല്ലടി, എന്നാലും പോൾക്ക് ഇപ്പം അങ്ങനെ ഉറക്കുമോ? അങ്ങനെ അത്രയും ഒരു ചുരുക്കുള്ള മൂല്യരെ ഓൾക്ക് കിട്ടുക എന്ന് വെച്ചാലിപ്പോൾ ഓളെങ്ങനെ അതിന് സമ്മതിക്കുമോ? ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൂടെ? ഓളെ ഇളയതേക്കാരം ഉസ്താദ്, അല്ലാതെ ഓളേക്കാരം മൂത്തത്, ഇളയതേക്കാരം ഉസ്താദ്. അതിനെന്താ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സും ഖദീജ ബീവി 40 വയസ്സും അല്ലേ? അതൊക്കെ നമ്മുടെ ഇസ്ലാമിൽ നടന്നതാണല്ലോ. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഒരു ഉമ്മയുടെ സ്ഥാനവും ഒക്കെ കിട്ടൂലേ? നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയുടെ സ്ഥാനവും ഉമ്മയുടെ സ്ഥാനവും കിട്ടിയിരുന്നല്ലോ ഖദീജ ബീവിയിൽ നിന്ന്. അതുപോലെ അതൊരു ഭാഗ്യല്ലേ?
ഇനിയിപ്പോൾ സെമിത്തെ കെട്ടുകയാണെങ്കിൽ അവരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉസ്താദിന് ഒരിക്കലും നഷ്ടം വരില്ല. എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. റുക്യാത്ത എന്തേ നിങ്ങളെങ്ങനെ പറയണത്? അല്ല, എൻ്റെ ആങ്ങളുടെ ഒരു കുട്ടി ഉണ്ടേനോ, ഓളോട് ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞു. ഇവള് പറഞ്ഞ് ഓള് കുറച്ചൊന്ന് വയസ്സ് ഏറിയിക്കണേ, കെട്ടിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയാണ്, എനിക്ക് ഒരു ഉസ്താദ് ഉണ്ടടി, നല്ലൊരു മൂല്യരാണ്, നമുക്ക് അതിനെ നോക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചീനേ. ഇതിപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് കൊണ്ടു. എന്നാലും ഇപ്പോൾ എത്രയും പെൺകുട്ടികൾ വരിക്കണ് കെട്ടിച്ചാത്തോല്. പക്ഷേ അങ്ങ് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സക്ക് ഒരു ഇടങ്ങാറ്. അതാണ് ഉസ്താദിനോട് നേരിട്ട് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. കാരണം ഇപ്പോൾ ഈ മച്ചിയായ പെണ്ണിനെ എന്തിനാ ഉസ്താദ് കെട്ടണ്? അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഉസ്താദിനും ഉണ്ടാവില്ല ഇനിയും കുട്ടികളെ കണ്ടാൻ പോതി. റുക്യാത്ത നിനക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ കേട്ടതാണ്. പക്ഷെ അത് ഉസ്താദിന് കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കണല്ലേ. നല്ല കോള്. ഏതായാലും ഒന്ന് ഉസ്താദ് ചോറിന് വരുമ്പോൾ ഒന്ന് രണ്ട് വർത്താനം എനിക്കൊന്ന് പറയാണ്ട്. അല്ലെങ്കിൽ പോണ വയ്ക്കുന്നെങ്കിൽ എനിക്കൊന്ന് കാണണം. കാരണം ഉള്ള ഒന്ന് പറയാലോ. കാരണം മച്ചിയായ പെണ്ണാണെന്നുള്ള കാര്യം ഉസ്താദിന് അറിയില്ല. ഈ മച്ചിയായ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് പെരീത്തെ പണി മാത്രം എടുത്താൽ മതിയാ. എത്ര ഉണ്ട് കുട്ടികളും മക്കളൊക്കെ മാണ്ടിരല്ലേ. ഐശ്വര്യനൊരു കൂട്ട് വേണ്ടേ? ഇവിടെ കെട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? എന്നാൽ റുക്യാത്തയുടെ സ്വഭാവം പാടെ മാറുന്നത് കണ്ടിട്ട് ശരിക്കും നുസൈബ് തന്നെ ഞെട്ടിപ്പോയി. ഇന്നലെയൊക്കെ നല്ല സ്വഭാവം, ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റുക്യാത്താൻ്റെ സ്വഭാവം മാറി. അതുവരെ പഠിച്ചവനെ പേടിച്ച് അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നുസൈബയെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് അതാ അവിടെ റുക്യാത്ത വന്നിരുന്നു. ഐഷു അതിൽ ഓടിയപ്പോൾ, മോളെ ഐഷുക്കുട്ടി ഇവിടെ വന്നാണേ. മോൾക്ക് നല്ലൊരു ഉമ്മച്ചി വരും കേട്ടോ. റുക്യാത്തൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ കുട്ടീൻ്റെ ഉമ്മച്ചിയായി വരിക. ശരിക്കും ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഉമ്മച്ചി ഉണ്ട്, ഇതാ ആ ഉമ്മച്ചി ഷമീറമ്മച്ചി ഉണ്ട് എനിക്ക്. സമീറമ്മച്ചി അതിനേക്കാൾ നല്ല ഭംഗിയുള്ള കുട്ടി മോൾക്ക് ഉമ്മയായിട്ട് വരും കേട്ടോ. ഉപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കേണ്ടി. എന്തായാലും ഉസ്താദിനെ ഒന്ന് വഴിയിൽ വെച്ച് കാണണമെന്ന് റുക്യാത്തയും വിചാരിക്കുന്നു. അങ്ങനെ അതാ ഭക്ഷണത്തിൻ്റെ സമയം വരെ ഉസ്താദിനെയും കാത്ത് അവിടെ റുക്യാത്തിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞ്. അല്ല റുക്യ, നല്ലോ വയലറിഞ്ഞൊരു മൂല്യരല്ലേ, എങ്ങനെയുണ്ട്? നല്ലതാണടീ, എല്ലാം കൊണ്ടും നല്ലതാണ്. പെൺകുട്ടികളാണ് ഉസ്താദിനെ കെട്ടാൻ വേണ്ടി നിൽക്കണെന്നോ? ഏതായാലും നല്ല സോലിഹായ ചെറിയൊരു പെൺകുട്ടിനെ കിട്ടട്ടെ. അല്ല റുക്യ, ഇജെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സോലിഹായ ചെറിയ പെൺകുട്ടി എന്ന് വെച്ചാൽ സോലിഹായ വലിയ പെൺകുട്ടിയായാലും എന്താ? അല്ലടി, അങ്ങനെ നമ്മൾ ഉസ്താദ് ചെറുപ്രായമാണ്, നല്ലൊരു ചൊറുക്കുള്ളൊരു മനുഷ്യനുമാണ്. അപ്പം അതിനനുസരിച്ചൊരു പെൺകുട്ടി നമ്മൾ കണ്ടെത്തണ്ടേ? ഞാൻ പറഞ്ഞേക്കണല്ല അതിനെ പറ്റിയ പെണ്ണിനൊക്കെ കണ്ടെത്തിക്കണ്. റുക്യാത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു, എടി സമീറ മച്ചിയല്ലേ, ആ കാര്യങ്ങൾ ഉസ്താദിനോട് പറഞ്ഞേക്കണോ? ചതിക്കാൻ പാടുണ്ടോ? ഒരു നിമിഷം ഐഷുമ്മക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. റബ്ബേ പഠിച്ചോനെ, എന്തൊക്കെയാണ് ഈ കേൾക്കണത്? പാവം, ആ പെണ്ണിൻ്റെ മനസ്സിലും ആഗ്രഹം വന്നിക്കണ്, ഉസ്താദിൻ്റെ മനസ്സിലും ആഗ്രഹം വന്നിക്കണ്. എന്തിനാ ഇപ്പോൾ റുക്യ ഇതിനെക്കുറിച്ച് പറയണത്? റുക്യ, കുട്ടികളെ തരുന്നതും തരാതിരിക്കുന്നതും പഠിച്ചോനാണ്. അതിപ്പോൾ മച്ചിയാണോ മച്ചാനാണോ ആ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഓരോ നബിമാർക്ക് കുട്ടികളെ കൊടുത്തിക്കണത്? അതൊന്നും അങ്ങനെ കണക്കാക്കാൻ പറ്റൂരൻ്റെ റുക്യ. അതൊക്കെ പഠിച്ചോൻ കരുതിയാൽ ഉണ്ടാകും. എന്നാൽ അന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഉസ്താദിനെ വഴിയിൽ വെച്ച് കാണണമെന്ന് റുക്യാത്ത വിചാരിക്കുകയാണ്. അങ്ങനെ അതാ ഉസ്താദ് ഭക്ഷണത്തിന് നേരമെത്തി. ഉസ്താദേ എന്നിട്ട് കയറിക്കോളെ. ഉമ്മ ഐഷു എവിടെ? അങ്ങനെ അതാ ഭക്ഷണമെല്ലാം കൊണ്ടുപോയി വെക്കുന്നു ഡൈനിങ് ഹാളിൽ. ഉസ്താദ് ഭക്ഷണം കഴിച്ചു. ഉസ്താദ് ഇറങ്ങണതിന് മുമ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങണം, എന്നാലും അവിടുന്ന് ബൈക്കിൽ വെച്ച് ഇവിടുന്ന് ഒന്നും പറയണ്ട, പിന്നെ അയക്കൂല, ഉറപ്പുണ്ട്. എടി ഞാൻ കണ്ട ഇറങ്ങട്ടെ കേട്ടോ. ഐഷുവോ മോളെ സമീറ, ഞാൻ ഇറങ്ങട്ടെ. സമീറ, ഉസ്താദിന് നല്ല മൊഞ്ചത്തി കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇഷ്ടംപോലെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലത്. ചെറിയ പെൺകുട്ടികൾ, ഉസ്താദ് വെച്ചാൽ ചെറുപ്പാണ്, നല്ല മൊഞ്ചുള്ള ഉസ്താദുമാണ്. നമ്മൾ ഈ കെട്ടിച്ച് മാപ്പിളാരൊക്കെ ഉള്ള പെണ്ണുങ്ങൾ അതിനെ പൂതിച്ചിട്ട് കാര്യമില്ല. കാരണം ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഉസ്താദിനെ. അതുകൊണ്ട് നമ്മളെ കണ്ട് ഒഴിഞ്ഞു കൊടുക്കണം കേട്ടാ. അതുകൊണ്ടൊന്നും പൂതിച്ചിട്ട് കാര്യമില്ല കുട്ടിയെ. അതിനൊക്കെ ഇഷ്ടം പോലെ കുട്ടികളാണുള്ളത്.
നമ്മളൊന്ന് കണ്ടറിയണ്ടേ? ഉസ്താദ്മാരെ ഭാവി നശിപ്പിക്കാൻ പാടുണ്ടോ? പിന്നെ കുട്ടികളുണ്ടാകാൻ ഉസ്താദിനൊരു പൂതി ഉണ്ടാവും ഇനിയും. ഐഷുവിന് 3 വയസ്സാണ് ഉള്ളത്. അതിൻ്റെ താഴെ ഒന്ന് ഉണ്ടാകാനൊക്കെ പൂതി ഉണ്ടാവും ഒന്ന് കെട്ടിയാൽ. പക്ഷേ മച്ചിയാളെ കൊണ്ട് ഇപ്പോൾ അത് കഴിയൂലല്ലോ. ശരിക്കും സമീർ അത് കേട്ട് ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൾ കണ്ണുനീർ തോർത്തി. പഠിച്ചോനെ, ഞാൻ ആർക്കും ഒരു ശല്യമായിട്ടില്ലല്ലോ. എനിക്ക് അതൊക്കെ ഐഷുമാൻ്റെ പണിയാണ്. ഞാൻ ഒന്നിനുമില്ലല്ലോ. പഠിച്ചോനെ. ഒരു നിമിഷം സമീറ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ റബ്ബേ, ഒരാളുടെ ജീവിതത്തിക്കും ഞാൻ ശല്യമായിട്ടില്ല റഹ്മാനെ. അങ്ങനെ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാ, നീ കാത്തു രക്ഷിക്ക്. അവൾ ഐഷുവിനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു. മോളുടെ ഉപ്പച്ചിക്ക് നല്ല പെണ്ണിനെ കിട്ടുട്ടോ, ചെറിയ പെൺകുട്ടിനെ. നല്ല ഉമ്മച്ചി വരും കേട്ടോ. ഉമ്മച്ചിനെ മറക്കരുത് കേട്ടോ എൻ്റെ പൊന്നു മോള്. ഉമ്മച്ചി മതി എൻ്റെ കൂടെ എപ്പോഴും, വേറെ ഉമ്മച്ചിനെ വേണ്ട. ഐഷു ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ഉമ്മ, എന്നാ ഞാൻ പോട്ടെ. ഐഷു മോളെ, ഉപ്പച്ചി പോട്ടെട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാൽ റുക്യാത്ത വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉസ്താദിനെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.